നല്ല നാടൻ ഫുഡിന് വേണ്ടി ദേവൂർ റോഡ് അന്നപൂർണ ഹോട്ടലിൽ വന്നത്. ഫസ്റ്റ് തന്നെ ഇഞ്ചി ഇടാതെ ഒരു ചായക്ക് പറഞ്ഞു ചേച്ചിനോട്. പിന്നെ നല്ല ഒന്നാം നമ്പർ നൂൽ പൊറോട്ട, നല്ല അയിലക്കറി, ഒരു ചിക്കൻ പൊരിച്ചത്. ആഹാ, അതിൻ്റെ അപ്പുറം നമുക്ക് ഒത്തിരി സാലയും കൂടി അവർ ഫ്രീ ആയിട്ട് തന്നെ. കണ്ടിന്യൂസ് അവിടെ പോകുന്ന ആളായിട്ടോ തോന്നുന്നു. പൊറോട്ടയിൽ സ്പെഷ്യലിസ്റ്റാണ് ഈ ഉള്ളി അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ദേവൂർ റോഡ് അന്നപൂർണ ഹോട്ടലിലാണേ. അപ്പം ബിരിയാണി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഇതിലും ഉണ്ട് മുട്ട. ഓക്കെ, അക്കോർഡിംഗ് ടു പൊറോട്ട തന്നെ വെല്ലാൻ ബിരിയാണിക്കാവില്ല. ഇനി ഇതാ ഈ കാണുന്നവനാണ് നമ്മുടെ ചങ്ങായി, അതായത് പൊതിച്ചോറ്. ഇത് നോർമലി കിട്ടൂല കേട്ടോ, മുൻകൂട്ടി ഓർഡർ ചെയ്ത് വെച്ചാൽ മാത്രമേ പൊതിച്ചോറ് ഉണ്ടാക്കി തരൂ. അത് നമ്മളെ തുറക്കുമ്പം തന്നെ ആ ഇലേൻ്റെ സ്മെല്ലൊക്കെ വന്ന് ആ 10ാം ക്ലാസ് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കെട്ടിപ്പോയ ആ ഒരു ഇതുണ്ടല്ലോ, ആ വൈബ് വേണമെന്നുണ്ടെങ്കിൽ പൊതിച്ചോറിന് ഇവിടെ ഓർഡർ ചെയ്താൽ 250 രൂപ കേട്ടോ ഒരു പൊതിച്ചോറിന്. പക്ഷേ വേർത്താണ്, നല്ല ഒന്നാം നമ്പർ സാധനം. കറിയെല്ലാം മിക്സായി പോകുന്നതായിട്ട് ആയട്ടെ, എല്ലാം സെപ്പറേറ്റ് ഇലയിൽ പൊതിഞ്ഞ് കെട്ടി തന്നിട്ടുള്ളേ. ആ ഇലേൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ കൊതി വരും. നല്ല ഒന്നാം നമ്പർ മാസ്റ്റർ പീസ് സാധനം. ഞാൻ ഫസ്റ്റ് തന്നെ തുറന്നേ, അതാണ് മോനെ അവിയൽ. നല്ല ഒന്നാം നമ്പർ അവിയൽ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അവിയലാണ്. പിന്നെ ഇത് കയ്പ്പൊക്കെ കൊണ്ടാകട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചങ്ങായിനെ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വറവ് നോർമൽ കാബേജ് വറവ്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമുള്ള സാധനം ആയതുകൊണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് കാബേജ് വറവ് അവിടെ ഇരിക്കും, ഓംലേറ്റ് ഇപ്പുറം ഇരിക്കും. ഇത് പുളിയിഞ്ചിക്ക അങ്ങനെയാണോ പറയുക, അതോ അറിയില്ല, സോറി, എനിക്കിതിൻ്റെ പേരറിയില്ല. പുളിയച്ചാർ അങ്ങനെ വിളിക്കാൻ തൽക്കാലം. അതുകൊണ്ട് ഈ ചങ്ങായിനെ ഞാനൊരു മൂലക്കേക്ക് മാറ്റി വെക്കുന്നു. ഇതെല്ലാം കൂടി ചോറിലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്സായിട്ട് എല്ലാം സെപ്പറേറ്റ് ടേസ്റ്റ് അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. ഇതെല്ലാം ചെറിയ ഇലയിലേക്ക് വാട്ടിയിട്ട് മാറ്റി വെച്ചത്. അയിലച്ചേട്ടൻ ടോളിംഗ് നിരോധനമാണ്, എന്നാലും നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയിലച്ചേട്ടൻ എവിടെ കിടക്കൂ. നല്ല ജയ അരീൻ്റെ ചോറ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഈ അരി നോട്ടീസ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ ഇതിൽ ചോറ് കറി വെച്ചിട്ട് കഴിക്കാൻ. വേവാൻ കുറച്ച് അധികം സമയം എടുക്കും തോന്നുന്നു, അങ്ങനെയാണ് അമ്മേനോട് വെച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ മീൻകറി, ചമ്മന്തി, സാമ്പാർ, മോരുകറി. ചമ്മന്തിക്ക് 10 കൊടുക്കാം കേട്ടോ. ആ ചമ്മന്തിയും കൂട്ടി കുഴച്ചിട്ട് തിന്നുമ്പോൾ എൻ്റെ സാറേ. മീൻകറിക്കും കൊടുക്കാം. ഈ ടോളിംഗ് നിരോധന സമയത്ത് മോശം മീൻ വരുമോ നല്ല മീൻ വരുമോ എന്നറിയില്ല. പക്ഷേ നമുക്ക് കിട്ടിയതെല്ലാം നല്ല ഒന്നാം നമ്പർ മീനായിരുന്നു കേട്ടോ. അയിലേൻ്റെ അത് ചൂരയാന്ന് തോന്നുന്നു. അത് ചൂര നല്ല അടിപൊളി ഫ്രഷ് ചൂരി. നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറിയും, നല്ല മോരുകറിയും, നല്ല വറവും, നല്ല ചമ്മന്തിയും, നല്ല ഓംലേറ്റും കൂടി മിക്സാക്കിയിട്ട് ഒരു പിടിത്തം പിടിച്ചാലുണ്ടല്ലോ, ഒരാഴ്ച ഉണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് നാവിൽ. പൊരിച്ച മീനെല്ലാം ഞാൻ ആക്രമിച്ച് തിന്ന് തീർത്തിന് കേട്ടോ. ഏതായാലും വെത്താണ് 250 രൂപക്ക്.